ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും സാധിക്കുമ്പോൾ അവർ ഈ ഗ്രീഷ്മയ്ക്ക് ഇമ്മച്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു. ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്ന് പറയുന്ന എന്റെ സ്വഭാവം നമ്മൻ അറിയാലോ, അതുകൊണ്ട് പറഞ്ഞാ ഒന്നും തോന്നരുത് കേട്ടോ പ്ലീസ്. മദ്രാസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ഇടത്ത് നിന്ന് റാങ്ക് മേടിച്ചു പഠിച്ചു. ഒരു കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരത്തൊരു സ്ഥലത്ത് പോയി പഠിക്കുകയും അവിടെ റാങ്ക് മേടിക്കുമ്പോൾ ഇതൊക്കെ ഇമ്മച്യൂരിറ്റി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ? ബാക്കി എല്ലാ കാര്യത്തിലും മെച്യൂരിറ്റി ഉണ്ട്. ഒരു ക്രൈം ചെയ്തപ്പോൾ ഇമ്മച്യൂരിറ്റി കൊണ്ടാണ് ആ കുട്ടിയെ ചെയ്തതെന്ന് പറയുന്നു. അത് വീട്ടിലും നാട്ടിലും ഒക്കെ പറഞ്ഞു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പ്. പക്ഷെ അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരാളെ കൊന്നു കഴിഞ്ഞതിന് ശേഷം അതും വളരെ ഇവിടെ വന്നിട്ട് അറിയാത്ത ഒരാളെ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരു വ്യക്തി അല്ല അവൾ കൊല ചെയ്തിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ബ്രില്യന്റ് ക്രൈം. നിനക്ക് മാപ്പില്ല കുറുപ്പേ. ബ്രില്യന്റ് എക്സിക്യൂഷൻ ഓഫ് എ ക്രൈം ആൻഡ് ദാറ്റ് ടു വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് തനിക്ക് കൊല്ലണമെന്ന ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അന്ന് മുതലേ ഈ പറഞ്ഞതുപോലെ ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു. വേറെ സങ്കടമുള്ളതായിട്ട് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. ഇങ്ങനെയൊരു ജന്മം ആ ഒരു കുട്ടിയെ കോൺട്രോൾ ചെയ്തു, എന്നെ കോൺട്രോൾ ചെയ്തു, എന്റെ വീഡിയോസ് കാണിച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നൊക്കെ തന്നെ ഇവിടെ കമാൽ പാഷ സാർ പറഞ്ഞു. ഒരു നാണയത്തിന്റെ രണ്ട് വശവും നമ്മൾ നോക്കണമല്ലോ. പക്ഷെ ഞാൻ ചോദിക്കട്ടായോ, ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഒത്തിരി അധികം ആക്റ്റീവ് ആയ ഒരു പെൺകുട്ടിയും ആ ഫോണും കാര്യങ്ങളും ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നു. സ്ഥലകാല ബോധം ഇല്ലാത്തൊരു പെൺകുട്ടിയൊന്നും അല്ലല്ലോ. ഇവന്റെ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിലേ ആത്മഹത്യ തന്നെ 3 പ്രാവശ്യം. പോലീസിൽ പരാതിപ്പെടാം, തന്റെ വീട്ടുകാരെ അറിയിക്കാം. അപ്പൊ ഈ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന അവനെതിരെ ഒരു പരാതി കൊടുക്കുന്ന അത്ര നേരമൊന്നും എടുക്കത്തില്ല. അപ്പൊ കൊല്ലാൻ വേണ്ടി പ്രീ പ്ലാൻ ചെയ്ത് നെറ്റിൽ സെർച്ച് ചെയ്യുകയും എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം എന്നൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു കുട്ടിക്ക്, ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല? ഗ്രീഷ്മ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഗ്രീഷ്മ എന്ന് പറഞ്ഞ സ്ത്രീ നമ്മുടെ സ്ത്രീ സമൂഹത്തിന് മാത്രമല്ല മനുഷ്യ കുലത്തിൽ തന്നെ ഒരു കളങ്കപ്പെട്ട ഒരാളാണ്. ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോ ആർജിക്കർ കൊൽക്കത്ത കേസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലൈഫ് ഇംപ്രിസ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു സഞ്ജയ് റോയ് എന്ന് പറഞ്ഞ പ്രതിക്ക്. പക്ഷെ അവിടെ ഡെത്ത് പെനാൽറ്റി വേണമെന്നും കമാൽ പാഷ സാറിന്റെ ഒരു പ്രീവിയസ് വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു. അത് വളരെയധികം ശരിയാണ് സർ. അവിടെ നടന്ന കാര്യം എന്തുകൊണ്ട് ഇവിടെ നടന്നുകൂടാ? അപ്പൊ ഇവിടെ ഇമ്മച്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ കൊണ്ട് ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ഒരു വിധി അല്ലെങ്കിൽ എന്താ പറയാ ഡെത്ത് പെനാൽറ്റി ഒട്ടും തന്നെ ശരിയല്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇവിടെ ഒരു 2 വ്യക്തികൾ തമ്മിലൊരു ബന്ധമായിരുന്നു. അവിടെ ഫിസിക്കൽ ഇന്റിമസി ഉണ്ട്, ഇമോഷണൽ ഇന്റിമസി ഉണ്ട്, മെന്റൽ ഇന്റിമസി ഉണ്ട്, എല്ലാം തന്നെയുണ്ട്. എന്നാലും മനുഷ്യന്റെ നന്മ എന്ന് പറഞ്ഞ സാധനം ആർക്കെങ്കിലും കട്ടുകൊണ്ടുപോകാൻ കഴിയുമോ? അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ റേറസ്റ്റ് കേസ് തന്നെയാണ് ഇതെന്ന് ഞാൻ വളരെ വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നു. ഇതൊരിക്കലും അപൂർവങ്ങളിൽ അല്ലെങ്കിൽ അത്യപൂർവമായ ഒരു കേസ് അല്ല എന്ന് പറയാൻ ഏത് രീതിയിൽ കഴിയും? അതത്ര നിസ്സാരമായി കാണുമൊന്നും വേണ്ട, വിളഞ്ഞ വിത്ത. മാത്രമല്ല ഇതിൽ കോടതി നിരീക്ഷിച്ചിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോടതി നിരീക്ഷിച്ചത് ഈ പറയുന്ന ഷാരോൺ രാജിന് സംശയം ഉണ്ടായിട്ട് കൂടി ഷാരോൺ അത് വെളിയിൽ പറഞ്ഞില്ല. 11 ദിവസം വെള്ളം ഇറക്കാൻ പോലും പറ്റാതെ ആശുപത്രി കിടക്കയിൽ കിടന്ന സമയത്ത് പോലും ഷാരോൺ രാജ് ആ സ്നേഹത്തിന് വില കൽപ്പിച്ചു. പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അരുൺ രാജ് വന്ന് 100% ശരിയാണ്, അല്ലെങ്കിൽ ആ പയ്യന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല. കാര്യം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, ഈ ലോകത്ത് ആ ഒരു വ്യക്തി ജീവിച്ചിരിപ്പില്ല. പക്ഷെ ആ മരണക്കിടക്കയിൽ പോലും ആ ഗ്രീഷ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുകയും ഒന്നും തന്നെ എതിരായിട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഒരു പക്ഷേ അത് അവന്റെ സമയത്തുള്ള ഒരു മാനസികാവസ്ഥ കൊണ്ടായിരിക്കാം. എനിക്കിത് കിട്ടണം. ആത്മാർത്ഥതയ്ക്ക് ഇപ്പൊ ഈ നാട്ടിൽ ഇതാണ് പ്രതിഫലം. ഒരു വിഷം കൊടുത്ത് കൊല്ലായിരുന്നു. വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുകയും താങ്കൾ പറഞ്ഞ പോലെ 11 ദിവസം പച്ചവെള്ളം പോലും കുടിക്കാതെ തന്റെ ആന്ധ്രാഭാഗങ്ങൾ എല്ലാം തന്നെ നശിച്ചു പോകുന്ന രീതിയിലാണ് ഒരു മരണമാണ് അവൾ സമ്മാനിച്ചത്. നല്ല ബെസ്റ്റ് മോളാ, മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റ. ഇത്രയും ഒരു ക്രൂരകൃത്യം ചെയ്തിട്ട് ഒരു കൂസലും ഇല്ലാതെ തനിക്ക് ഒരു ഇമോഷനും ഇല്ലാതെ ഈ പറഞ്ഞ ഇതേ ഗ്രീഷ്മ തന്നെ തനിക്ക് ലൈഫ് സെന്റൻസ് അല്ലെങ്കിൽ ഇംപ്രിസ്മെന്റ് വരുമെന്ന് പറഞ്ഞപ്പോൾ സാരമില്ല, 38 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ സ്വതന്ത്രതയാവും, ഞാൻ ഫ്രീ ആവുമല്ലോ എന്ന് പറയാൻ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞൊരു സ്ത്രീയാണ്. അപ്പോൾ എന്തുമാത്രം മനക്കട്ടിയും എന്തുമാത്രം ഒരു ഫീലിംഗ് ഓഫ് റിഗ്രറ്റ് ഓർ ഗിൽറ്റി ഇല്ലാത്തൊരു പെൺകുട്ടിയാണ്. ഇവളൊക്കെ മുഖടച്ചൊന്ന് കൊടുക്കുക വേണ്ടത്. അങ്ങനെ കൊടുക്കാൻ ആളുണ്ടായിരുന്നു, അവൾ ഇങ്ങനെ കിടന്ന് തുള്ളു. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് തൂക്ക് തണ്ടാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തൂക്ക് കയറി പോയതിൽ ഒരു തെറ്റും തന്നെ ഇല്ലെന്ന് ഞാൻ പറയുന്നത്. കാര്യം ഇവിടെ ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഇമ്മച്ചുറായ ഒരു മൈൻഡ് നമുക്ക് കാണാൻ പാടില്ല. ഇങ്ങനെ ക്രൈംസിനെ എൻകറേജ് ചെയ്യുമ്പോൾ അവിടെ ജെൻഡർ ഇല്ല. ഞാനൊരു സ്ത്രീയാണ്, നാളെ ഞാൻ കുറ്റം ചെയ്താലും അല്ലെങ്കിൽ വേറൊരാൾ കുറ്റം ചെയ്താലും കുറ്റമാണ്. അവിടെ ആണോ പെണ്ണോ ഇല്ല. ഇതിലൊക്കെ 100 കുഴപ്പങ്ങളുണ്ട്. അത് നിങ്ങൾ ആലോചിക്കും. കുറ്റം തന്നെയാണ്. അത് അതിന്റെ രീതിയിൽ കാണുകയും നമ്മുടെ സമൂഹത്ത് വളർന്നു വരുന്ന ജനറേഷൻസ് ആരും തന്നെ അത് പരിഹരിക്കുകയും ചെയ്യാൻ പാടില്ല. 100% ഞാൻ യോജിക്കുന്നു.